ഡൽഹിയിലും സമാനമായ സംഭവം ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഡൽഹി മേയർ ഓഫീസിന് ബോംബ് ഭീഷണി. അജ്മീരി ഗേറ്റിലെ മേയർ ഓഫീസിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിൽ ഡൽഹിയിലെ വിവിധ സ്ഥാപനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, ആശുപത്രികളിലേക്ക്, സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ഇമെയിൽ വഴി എത്തുന്നുണ്ട്. കൃത്യമായ പരിശോധന നടക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം കൃത്യമായ ഇടവേളകളിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അതും ഇമെയിൽ വഴി മാത്രമാണ് ഓരോ സന്ദേശങ്ങളും എത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇമെയിൽ ഐ ഡി വഴിച്ച് കൃത്യമായി പരിശോധിച്ചാൽ ആളെ കണ്ടെത്താനാകുന്നതേ ഉള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കാത്തതിന്റെ ഫലം കൂടിയാകണം ഇത്തരത്തിൽ വീണ്ടും ബോംബ് ഭീഷണികൾ വരുന്നത്, അല്ലേ റഷീദ്? രാജ്യതലസ്ഥാനത്ത് ബോംബ് ഭീഷണികൾ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ്. ഡൽഹി മേയർ ഓഫീസിന് നേരെയാണ് ഇന്ന് ഉച്ചയോട് കൂടി ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. അജ്മീർ ഗേറ്റിലെ മേയർ ഓഫീസിലേക്കാണ് ഇത്തരത്തിൽ സന്ദേശം എത്തിയിട്ടുണ്ടായിരുന്നത്. സന്ദേശം എത്തിയത് ഇമെയിൽ വഴി തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ നടക്കുമെന്നുള്ള പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ സന്ദേശം വന്ന ഘട്ടത്തിൽ തന്നെ ബോംബ് സ്ക്വാഡും പോലീസും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നിലവിൽ സംശയാസ്പദമായിട്ടുള്ള ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രാജ്യവ്യാപകമായി വിവിധ മേഖലകളിലേക്ക് വ്യാജ സന്ദേശം അയച്ചിട്ടുള്ള ആളെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൽക്കത്തയിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശരി, റഷീദ് ബിൻ മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്.